തങ്കപ്പച്ചേട്ടോ. ആ എന്താടാ മക്കളെ? അതെ, ഒരു മാസത്തേക്കിനുള്ള കപ്പ കിട്ടിയിട്ടുണ്ട്. ഇനി കപ്പ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ ആരും കള്ളു കുടിക്കാതിരിക്കണ്ട. അതെ, വഴി മാറി പോവാമേ. വേഗാണോ? നല്ല പുട്ട് പോലെ വേവും തന്നെ. ഒരു മൂട് കപ്പ പറിച്ച് നിന്നിട്ടാ ഞാൻ കച്ചവടം ഉറപ്പിച്ചേ. അല്ലടാ, എടാ നിന്റെ വീട്ടിൽ 4-5 ദിവസമായിട്ട് കുറെ വിരുന്നുകാരൊക്കെ വന്നിട്ടെന്ന് കേട്ടു. അതാ വാഴക്കൊലച്ചൻ ഒപ്പിച്ച പണിയാ. ഏതായാലും ഒരു കുപ്പി കള്ളി ഞെടുത്തേ. ആ വാഴക്കൊലച്ചന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. വേണ്ട വാഴക്കൊല പോകുന്നു. ചെല്ലേ രണ്ടെണ്ണം. ഓ നേരം വിളിച്ചല്ലേ പറ്റും തുടങ്ങി. വളവെക്കല്ലേ. നീ എന്താ ഇവിടെ? വന്നതാ. 2 മണിക്കൂറെ വന്നിട്ട് നിങ്ങൾ മാത്രം ഒരു പ്ലേറ്റ് കപ്പ് ഓർഡർ ചെയ്തു. അതിന് 2ആയി 3ആയി. അപ്പനൊരു പാർസൽ മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ കൊടുത്തേ. 2 കുപ്പി കള്ളും കൂടെ മേടിക്കാൻ മേലായിരുന്നോ? അടുത്ത വട്ടാവാ. അത് ശരി. അപ്പൊ ഇതൊരു സ്ഥിരം പരിപാടിയാക്കാനുള്ള പരിപാടിയാണല്ലേ? നല്ല ബുദ്ധി. പിന്നെ നിക്കാൻ സമയമില്ല. കാശെടുക്ക്. കാശോ? അപ്പന് പ്ലാസ്റ്റർ ഇടാനേ 2000 രൂപ വേണം. 2000? അയ്യ, വല്ലാതെ ദാഹിച്ചെന്ന് തോന്നുന്നല്ലോ. തങ്കപ്പെട്ടോ, ഒരു കുപ്പി കൂടെ കൊടുക്ക്. എന്റെ 2000 രൂപയൊന്നും ഇല്ല. 2000 ഇല്ലെങ്കിലേ എവിടെന്നെങ്കിലും പോയി കടം മേടിക്കണം. ഇയാളുടെ അഗ്രിമെന്റിൽ ഒപ്പിട്ടത്. ഇട്ടതല്ല, പെട്ടതാ. ഒരു ഒപ്പിന് ഇതിന് മാത്രം വില ഉണ്ടെന്ന് ഞാൻ ഓർത്തോ. തൽക്കാലം എന്റെ കാശൊന്നുമില്ല. വൈകിട്ട് ഞാൻ എത്തിച്ചോളാം. അതെ, എനിക്കങ്ങനെ കാശും ചോദിച്ച കള്ള് ഷാപ്പിലും പട്ടക്കടയിലും ഒന്നും വന്ന് കിടക്കാനൊന്നും പറ്റൊന്നുമില്ല. അതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണം. അതാണത്തം. അപ്പൊ വൈകിട്ട് കാണാം. വൈകിട്ട് കാണാൻ പറ്റിയൊരു സാധനം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്താ ഇവിടെ? കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ചോദിച്ചു കേട്ടില്ലേ എന്താ അവിടെ കത്തിച്ചു വെച്ചേക്കുന്നെന്ന്? നിലവിളക്ക്. അതെനിക്ക് മനസ്സിലായി. അത് അവിടെ കത്തിച്ചു വെച്ചേക്കുന്ന എന്തിനാന്നാ ചോദിച്ചേ? സാധാരണ എല്ലാ വീട്ടിലും നിലവിളക്ക് മുന്നിലല്ലേ വെക്കാറ്? എങ്ങനെ? ഏത് വീട്? ഇത് എന്റെ വീടാ. ഗിവർഗീസ് പുണ്യാളച്ചന്റെ അനുഗ്രഹത്താൽ എന്റെ അപ്പം പണിത വീട്. ഇവിടെ കയറി നിലവിളക്കം കത്തിച്ച് ഫോട്ടോ നോക്കി പാട്ട് പാടാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ഇത് ഞാൻ സമ്മതിക്കുകയല്ല. ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. മനസ്സില്ലേ? ഉണ്ടാക്കിത്തരാം. മനസ്സ് ഞാൻ ഇപ്പൊ ഉണ്ടാക്കി. അച്ചോ, വാഴക്കൊലച്ചോ, എന്താടാ അച്ഛൻ ഇവിടെ നടക്കുന്നൊന്നും കാണുന്നില്ലേ? ഇല്ല. എന്തേ? നിങ്ങൾ ഒറ്റ ഒരുത്തനായി നിങ്ങളെ വഷളാക്കിയത്. നേരാ. നേരാന്നോ? ഞാൻ ശരിയാക്കി തരാം. ഞാൻ തിരുമേനിയോട് പറയും, ഒരു സത്യക്രിസ്ത്യാനിയുടെ വീട്ടിൽ കയറി കർത്താവിന് നിരക്കാത്ത കാര്യം ചെയ്യാൻ വാഴക്കുലയച്ചൻ കൂട്ടുനിന്നു. ഇത് ഞാൻ തിരുമേനിയോട് പറഞ്ഞ് അച്ഛന്റെ പണി തെറിപ്പിക്കും. സന്തോഷം. പണി തെറിപ്പിക്കും പറഞ്ഞാൽ ഞാൻ തെറിപ്പിക്കുവേ. വളരെ സന്തോഷം. അച്ഛൻ ഇതുവഴി കഞ്ഞിക്ക് വകയില്ലാതെ നക്കുപ്പിന് ഗതിയില്ലാതെ ഒരു വാഴക്കൊലയ്ക്ക് പോലും വകയില്ലാതെ തെണ്ടി നടക്കുന്നത് ഞാൻ കാണും. ഒന്ന് പോടാ. ഹലോ ഹലോ, കഴിഞ്ഞോ? കഴിഞ്ഞില്ലടി. ഭഗവാനെ കാത്തോളണേ. ആക്കല്ലേ, ഭഗവാനല്ല പുണ്യാളച്ചൻ. പ്രാർത്ഥന എന്താണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചത്. അപ്പം മക്കൾ ചോദിച്ചാൽ അപ്പം കല്ലേകയില്ല, മത്സ്യം മക്കൾ ചോദിച്ചാൽ പാമ്പിനെയും നൽകാറില്ല. നരകപിശാചാം സർപ്പത്തിൻ ശിരസ് തകർത്തൊരു വീരാത്മാ, നരകണം അങ്ങേ വാഴ്ത്തുന്നു പ്രാർത്ഥിക്കണമേ.
ആ മുടിഞ്ഞ പെണ്ണ് വരുന്നുണ്ട്, ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേ. അതെ, ചതിക്കല്ലേ, നമ്മളൊരു കുടുംബം പോലെയാ. അതെ, മൈൻഡ് ചെയ്യണ്ട, കുശുമ്പൂത്തി എന്നാ മതി. ചോദിച്ചത് കേട്ടില്ലേ? റാണി വന്നിട്ടുണ്ട്. റാണി. ഓ റാണി, രാജാവൊന്നും അല്ലല്ലോ. ചുരുട്ട ഇവിടെ ഇല്ലെന്ന്. ചുരുട്ട. എന്താ? നിനക്ക് തെറി പറയാ അറിയോ? ഇല്ല. ഓ, അറിയാവുന്ന 2 തെറി പറഞ്ഞ അവളെ പറഞ്ഞു വിട്, ഇല്ല കുടുംബത്തിന്റെ മാനം പോവേ. ശരി. എവിടെ പോയാ ചുരുട്ട ജ്യൂസ്? അറിയില്ല, രാവിലെ പോയതാ. എവിടെ പോയി വിളിച്ചാലും വിടില്ലെന്ന് പറഞ്ഞേക്ക്. വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കരുത്. നോക്കണ്ട, സ്ലിം ബ്യൂട്ടിയാ, അതുകൊണ്ടാ. എന്നാൽ അയാൾക്ക് ഇത് മതി. കൂലിപ്പണിയാണോ? ഒന്നും ഉണ്ടായിരിക്കും. വെളച്ചിലൊക്കെ ഞാൻ കൊറേ കണ്ടതാ. പോലീസിനെ കൊണ്ട് നല്ല ഇടി ഇടിപ്പിക്കും. ഇടി. ചെലവിന് തരാന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് മുങ്ങിയതാ. പിന്നെ ആ വഴിക്ക് കണ്ടിട്ടില്ല. മര്യാദക്ക് കാശ് കൊണ്ട് തരാൻ പറ. പിന്നെ വരുമ്പോ ഒരു 2-3 കിലോ ആപ്പിളോ മുന്തിരിയോ കൊണ്ടുവരാൻ പറയണം, കുരുമില്ലാത്ത. അല്ലെങ്കിൽ ഞാൻ ചുരുട്ടെ പറട്ടിയാക്കും. പറഞ്ഞേക്ക്. പിന്നെ അവളുടെ അപ്പം വിചാരിച്ചാൽ നടക്കൂല. പരട്ടിയാക്കും പറഞ്ഞാൽ പരട്ടിയാക്കും. റാണിയാ പറയുന്നേ, റാണി മോൾ. മൈൻഡ് ഇറ്റ്. പടന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഒരുമാതിരി പാടി സൂപ്പിക്കല്ലേ. അച്ഛൻ കേട്ടില്ലേ അവൾ പറഞ്ഞിട്ട് പോയി വർത്താനം? ഇനി അതിൽ കൂടുതൽ കേൾക്കേണ്ടി വരും. ചിരിക്കല്ലേ ചിരിക്കല്ലേ, എനിക്കൊരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട്. അങ്ങോട്ട് മാറി നിന്ന് ചൊറിഞ്ഞു. ഓ, ചേച്ചി എവിടെ പോയി? അമ്പലത്തിൽ പോയതാ. ചേച്ചി വന്നിട്ട് വേണം എനിക്ക് പോവാൻ. എന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിച്ചത്. എന്റെ പേരിൽ കുറച്ച് കപ്പയും മീകരും കഴിച്ചേരി ഷാപ്പിൽ നിന്ന്. എടാ ജോസേ, നമ്മുടെ പാരിഷുള്ള മുഴുവൻ ആ കടവാതിൽ തോറി നാറ്റിയിട്ടിരിക്കുക. ഒന്ന് വന്ന് വൃത്തിയാക്കി തരാ. കടവാവല് വീട്ടൻ കോപ്പ്. എന്താ എന്താ? ഒന്നുമില്ല, എല്ലാം ശരിയാക്കാന്ന് പറയാ. വാ വാ. കൃഷിയിടത്തിൽ ഇറങ്ങുന്ന കാട്ടുപന്നിയെ വെടിവെക്കാവുന്ന പുതിയ നിയമം. ഗർഭിണി പന്നിയെ വെടിവെക്കാൻ പറ്റൂല. എന്നാ പ്രസവം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞാ പോരെ? മിണ്ടാതിരുന്ന വല്ല കാട്ടുകോഴിയെങ്കിലും കിട്ടുമോ? കാട്ടുകോഴിക്ക് ഗർഭമുണ്ടാകത്തില്ല. കിട്ടണം. കുഞ്ഞുമോളും കെട്ടിയവനും വിരുന്നിന് വരുന്ന ദിവസം കുറച്ച് കാട്ടിറച്ചി ഉണ്ടാക്കി കുടുംബത്തിന് അന്തസ്സാ. 2 കിലോ പോത്തിറച്ചി മേടിച്ച് കരിച്ചങ്ങ് വെച്ചാൽ മതി, ഒരു മനുഷ്യൻ അറിയല. ഇങ്ങനെ ഒച്ച വെച്ചോണ്ടിരുന്ന പന്നി പോയിട്ട് ഒരു പാറ്റ പോലും വരത്തില്ല. പറഞ്ഞേക്കാം. പാറ്റ പിടിക്കാനുള്ള ഇടം വരെ വന്നു. സൈലൻസ്. പിന്നെ നീ ഒന്ന് പോയോ? എന്താ സംഭവിച്ചത്? ഫോണാ, ഫോൺ. ഒരു ഫോൺ വന്നതിന്റെ പേരിലാണോ ഇത്രയും വലിയ വെടി പൊട്ടിച്ചത്? പൊട്ടിച്ചതല്ല, പൊട്ടിയതാ. ഇവിടെ നിന്നൊരു തലപ്പ് കയറിയാലേ എന്നതാണേലും ഒന്ന് പൊട്ടും. സണ്ണിച്ചലായിരിക്കും. ഒരു കുപ്പി വാങ്ങിച്ചോണ്ടിരുന്ന. ഹലോ, ആരാ? തോമസ് മാഷോ? എന്നതാ കാര്യം? അർജന്റാണോ? ആരാ? എന്താ കാര്യം? തോമസ് മാഷാ, അയാളുടെ ഓഫീസ് വരെ ഒന്ന് ചെല്ലണമെന്ന്. ചേടാ, ഇത് വലിയ ചടങ്ങായല്ലോ. ഞാൻ ഏതായാലും ഒന്ന് പോയിട്ട് വരാം. നിങ്ങൾ പേടിക്കണ്ട, കാട്ടിറച്ചി നിന്നിട്ടേ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകും. നടാ. വേഗം പോയിട്ട് വാ.